പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ എടുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത് 10ാമത്തെ പാഠമാണ്. നമ്മുടെ പാഠത്തിൻ്റെ തലവാചകം ഏർപ്പെടൽ നിയമങ്ങൾ, ദ റൂൾസ് ഓഫ് എൻഗേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് എന്താണ്? പ്രാപഞ്ചിക പോരാട്ടത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. സാത്താനും മനുഷ്യനും ദൈവമെല്ലാം ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ച പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, ദൈവത്തിൻ്റെ പരമാധികാരം ഉണ്ടെങ്കിൽ തന്നെയും എന്താണ്, തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് നൽകിയിരിക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ സാത്താൻ സ്വർഗത്തിൽ പാപം ചെയ്തു, പിന്നെ ഭൂമിയിൽ മനുഷ്യർ പാപം ചെയ്തു, സാത്താനാൽ പാപം ചെയ്തു. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നല്ല വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. എന്നാൽ നമ്മളിപ്പോൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് സാത്താനും പ്രവർത്തിക്കാൻ ഒരു അധികാര പരിധി ഉണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സാത്താൻ്റെ പ്രവർത്തന രീതിക്കുണ്ട്, മനുഷ്യർക്കുണ്ട്, അതുപോലെ തന്നെ ദൈവത്തിനുമുണ്ട് എന്ന് നമ്മൾ ഈ ആഴ്ചത്തെ പാഠത്തിൽ പഠിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് അങ്ങനെ സർവവും സാധിക്കുന്ന ഒരു ദൈവത്തിന്, അഖിലാണ്ടത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിന് അങ്ങനെ എന്തെങ്കിലും കഴിയാത്തതായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല. എന്നാലും ഈ ആഴ്ച നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും, ഏർപ്പെടൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ദൈവം തന്നെയാണ്. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം എന്താണ്, ദൈവം നീതിമാനാണെന്നും സ്നേഹവാനാണെന്നും ഒക്കെ തെളിയിക്കുന്നതിന് വേണ്ടി ഈ നിയമങ്ങളെല്ലാം പാലിക്കേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ ദൈവവും ഒരു ലിമിറ്റേഷനിലൂടെ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ ഈ ആഴ്ച പഠിച്ചു വരുന്നുണ്ട്. നമുക്ക് ഈ ആഴ്ചത്തെ പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതത്തിൽ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞങ്ങൾക്ക് ഈ പാഠം അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, ഈ ലോകത്തിൽ നടക്കുന്ന പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ചും ദൈവം എങ്ങനെയാണ് ഇതിനോടെല്ലാം പ്രതികരിക്കുന്നത്, പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പഠിക്കാൻ കഴിയുന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിനാൽ ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന മർമ്മങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതിനും അത് മറക്കാതെ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദിനം പ്രതി ഞങ്ങൾ ഏർപ്പെടുന്ന പോരാട്ടത്തിൽ ദൈവപക്ഷത്തിൽ നിന്നും ജീവിക്കേണ്ടതിന് ഞങ്ങൾ അവിടെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചോദിച്ചാൽ അധികമായ നന്മകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ, ആമീൻ. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ മനപ്പാഠവാക്യത്തിലേക്ക് പോകാം. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നു 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യമാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്നാണ്. അപ്പോൾ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. എന്തുകൊണ്ടാണ്? പിശാച് ആദ്യം മുതൽ പാപം ചെയ്തു. സ്വർഗത്തിലെ കെരൂബായിരുന്ന പിശാച് അവിടെ വെച്ച് തന്നെ പാപം ചെയ്യുകയുണ്ടായി. തുടർന്ന് ഭൂമിയിൽ എത്തപ്പെട്ടു. ഭൂമിയിലെ സൃഷ്ടികൾക്കും അവൻ പാപം പഠിപ്പിക്കുകയും അവൻ എന്ത് ചെയ്തു? അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യം മുതൽ പാപം ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനെന്നാണ് 1 യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായത് എന്തിനാണ്? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണെന്നും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ആമുഖത്തിലേക്ക് തന്നെ പോകുമ്പോൾ, ശനിയാഴ്ചത്തെ ഭാഗത്തേക്ക് തന്നെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്, ദൈവം പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ച ഒരു വലിയ സംഭവം അവിടെ നിന്ന് കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നത് അല്ലേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 19 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ഏലിയാവ് പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ ഒരു സംഭവമാണ് ഈ 19 മുതൽ 40 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ശരിക്കും അവിടെ നടന്നത് എന്താണ്? ആരാണ് ദൈവമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായത് നമ്മൾ അറിയുന്നുണ്ട് അല്ലേ. ആരാണ് ദൈവം? അതായത് ജാതികളെല്ലാം പറയുന്നു അവർ ആരാധിക്കുന്നതാണ് യഥാർത്ഥ ദൈവം എന്ന് പറയുന്നു. പക്ഷെ അവർക്ക് എന്താണ്? ആകാശത്ത് നിന്ന് തീ ഇറക്കി അവരുടെ യാഗപീഠത്തെയും അവരുടെ ഹോമയാഗത്തെയൊന്നും ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അവർ ആരാധിക്കുന്ന ഭൂതആത്മാക്കളെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി. അതാരാണ്? ഫോളൻ ഏഞ്ചൽസ് അല്ലേ. അപ്പോൾ അവരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ശരീരത്തിൽ നിന്ന് മുറിവുകളുണ്ടാക്കി രക്തം വരുന്ന രീതിയിലുമൊക്കെ അവർ അവിടെ ഒത്തിരി പെർഫോം ചെയ്തതായിട്ട് നമ്മൾ ആ ഭാഗം വായിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ അവരെന്തൊക്കെ പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും എന്താണ്? സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കാൻ
കഴിഞ്ഞില്ല എന്ന് കാണുന്നുണ്ട്. ശരിക്കും നമുക്കറിയാം യഥാർത്ഥ ദൈവമാണ് എല്ലാവരും അനുവദിക്കുന്നതെന്നറിയാം. അതുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥ ദൈവം ആരാണെന്ന് തെളിയിക്കാൻ നടന്ന ഒരു സംഭവമാണ് കർമ്മേൽ പർവ്വതത്തിൽ നടന്നത്. അതുകൊണ്ട് ഏലിയാവ് എന്ത് ചെയ്യുന്നു? ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ഹോമയാഗ പീഠവും അതുപോലെ അതിലുള്ള സാധനങ്ങളും അതിന് ചുറ്റുമുള്ള വെള്ളവും കൂടെ ആകാശത്ത് നിന്ന് തീയിറങ്ങി വറ്റിപ്പോയതായിട്ട് എല്ലാം കരഞ്ഞു പോയതായിട്ട് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലേ. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദൈവം ആരാണെന്ന് ഏലിയാവ് അത്രയും ജാതികളുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുകയായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് പിശാചിൻ്റെതായ പ്രവൃത്തികളെ, പിശാച് എന്താണ് പ്രവർത്തിച്ചത്? അവരാണ് ദൈവം എന്ന് വാദിച്ചുകൊണ്ട് അത്രയും ജനതകളെ അടുക്കി വെച്ചിരുന്നു. പക്ഷേ ഏലിയാവ് എന്ത് ചെയ്തു? അവരുടെ മുമ്പിൽ എന്ത് ചെയ്തു? ദൈവം നിങ്ങൾ പറയുന്നതല്ല, യഹോവയാണ് ദൈവമെന്ന് അവർക്ക് തെളിയിച്ചു കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ജാതികളെക്കുറിച്ച് ജാതികൾ എഴുതി ഉണ്ടാക്കിയ സങ്കല്പ കഥകളെക്കാട്ടി അധികമായ കാര്യങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ജാതികളുടെ വ്യാജ ദൈവങ്ങളുടെ പിന്നിൽ യഥാർത്ഥത്തിൽ വേഷം മാറി വരുന്ന ഭൂതാത്മാക്കളാണെന്ന് കാണുന്നു. അതുകൊണ്ട് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 20-ാം വാക്യം പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല എന്നാണ്. ശരിക്കും ജാതികൾ ബലി കഴിക്കുന്നത് ഭൂതങ്ങൾക്കാണ്. ആരാണ് ഈ ഭൂതങ്ങൾ? നമ്മൾ സാത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ സാത്താൻ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വരും. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കെരൂബായി നിന്ന് അല്ലെ അത്രയും സകലവിധ രത്നങ്ങളോടുകൂടി ഉണ്ടാക്കിയ ആ കെരൂബാണ് അല്ലേ, ആ ഒരു പ്രധാന ദൂതനാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്ത് എല്ലാവരും തെറ്റിച്ചത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന ആ ഫോളൻ ഏഞ്ചൽസ്, അവിടെ നിന്ന് വന്ന വീണ ഏഞ്ചൽസിനെയാണ് യഥാർത്ഥത്തിൽ സാത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ ജാതികൾ ബലി കഴിക്കുന്ന ആർക്കാണ്? ഈ സാത്താന്മാർക്കാണ്. അതായത് അതിനെയാണ് ഭൂതങ്ങളെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിക്കും എന്താണ് ആ സ്വർഗത്തിൽ വെച്ച് അവന് ആഗ്രഹം എന്തായിരുന്നു? ദൈവമാകണം, ദൈവത്തിൻ്റെ സ്ഥാനം വേണമെന്നായിരുന്നു. അപ്പോൾ ഭൂമിയിൽ വന്നിട്ട് ഇത്രയും മനുഷ്യരുടെ ആരാധന എന്ത് ചെയ്യുന്നു? എല്ലാ ഈ കോടാനുകൂടി മനുഷ്യരുടെ ആരാധന ആര് പിടിച്ചു വാങ്ങിയിരിക്കുകയാണ്? സാത്താൻ പിടിച്ചു വാങ്ങി. അവൻ്റെ ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ മേൽ അവൻ ദൈവമാകണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനം അവന് വേണം എന്നുള്ളൊരാഗ്രഹം സാധിക്കാൻ സ്വർഗത്തിൽ കഴിയാത്തതുകൊണ്ട് ഭൂമിയിൽ സാധിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ അതിനൊരു കാലപരിധി ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മനസ്സിലാകുന്നത് എന്താണ്? ഈ പശ്ചാത്തലത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ വിഷയങ്ങളും അത് തിന്മയുടെ പ്രശ്നത്തിലേക്ക് എങ്ങനെ വെളിച്ചം വീശുന്നു എന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ ആഴ്ചത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ഞായറാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകൻ ഒരു ദൂതൻ വൈകിപ്പിച്ചു, അൻ ഏഞ്ചൽ ഡിലൈറ്റ് എന്നാണ്. ശരിക്കും നമുക്ക് ഈ തലവാചകം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ദാനിയേൽ പ്രയർ ചെയ്തപ്പോൾ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വൈകിയ സംഭവമാണ് എന്ന് നമുക്ക് ഈ തലവാചകം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നോക്കാവുന്നതാണ്. 1-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ്: പാഴ്സി രാജാവായ കോരശിൻ്റെ 3-ാം ആണ്ടിൽ ബേൽസസർ എന്ന പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു എന്നാണ്. അപ്പോൾ പാർസി രാജാവായ മേദ്യ പാർശ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം പാർഷികൾക്കായിരുന്നു കൂടുതൽ മേധാവിത്വം കൂടുതൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ കോരശ് രാജാവിൻ്റെ 3-ാം ആണ്ടിൽ, കിങ് സൈറസിൻ്റെ 3-ാം ആണ്ടിൽ ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. എന്താണ് വെളിപ്പെട്ട കാര്യമെന്ന് നമ്മൾ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലായി. എന്താണിത്? യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഇരമ്യാ പ്രവാചകൻ ഉണ്ടായത് പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ആര് ഗണിച്ചിരുന്നു? ദാനിയേൽ മനസ്സിലാക്കിയിരുന്നു. അപ്പം ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ 70 വർഷക്കാലത്തെ പ്രവാസ ജീവിതം അവസാനിച്ച് പിന്നെ എന്താണ് അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ, അതുപോലെ യെരുശലേം ദേവാലയം പുതുക്കി പണിയപ്പെടും എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെ ആരിയ്ക്കുകയായിരുന്നു? ദാനിയേൽ ഇരിക്കുകയായിരുന്നു. അപ്പം അതിനൊക്കെ ഒരു കാലതാമസം വരുന്നു വെച്ച് ദാനിയേൽ എന്ത് ചെയ്തു? ഒത്തിരി ദുഃഖിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ദാനിയേൽ എന്ത് ചെയ്തു? ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ദാനിയേൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 4-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ 1-ാം മാസം 24-ാം തീയതി ദാനിയേൽ ഹിദക്കിയേൽ എന്ന മഹാനദീ തീരത്തേക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദാനിയേൽ തലപൊക്കി നോക്കിയപ്പോൾ ഇതാ ശന വസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. ആ പുരുഷൻ്റെ ദേഹം ഗോമേതകം പോലെ, മുഖം മിന്നൽ പ്രകാശം പോലെ, കണ്ണ് തീപ്പന്തം പോലെ, കൈയും കാലും മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം
സ്വർണം പോലെ, അതുപോലെ എന്താണ് ശബ്ദം പുരുഷാരത്തിൻ്റെ ആരവം പോലെ. അപ്പോൾ നമുക്ക് വെളിപ്പാട് പ്രവചനത്തിലേക്ക് പോകുമ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ട്, ഇതാരാണ്? കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ 12-ാം വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവൻ എന്നോട് വന്ന് പറഞ്ഞത്. അപ്പോൾ യേശു വന്ന് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച് ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരുന്നു, നിന്റെ വാക്ക് ഹേതുവാൻ ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ എന്ന് തൊട്ടാണ് 21 ദിവസം ദാനിയേൽ 3 ആഴ്ചവട്ടം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് ദാനിയേൽ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് പറയുന്നത്, എന്ന് തൊട്ടാണ് ആ പ്രാർത്ഥന ദൈവം കേട്ടത്? ആദ്യത്തെ ദിവസം കേട്ടു എന്നാണ്. അതായത് ദാനിയേലെ നീ തിരിച്ചറിയേണ്ടതിനും നിന്നെ തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച് ആദ്യ ദിവസം മുതലേ ഈ പ്രാർത്ഥനയ്ക്ക്. അതപ്പോൾ നമ്മുടെ ദൈവം എത്രമാത്രം ക്ഷമിക്കുന്നവനാണെന്നും നമ്മുടെ പ്രാർത്ഥന എത്ര ഫാസ്റ്റായിട്ട് കേൾക്കുന്നവനാണെന്നും ഉള്ളതിൻ്റെ ഒരു ആൻസർ കൂടിയാണ് അല്ലേ. അപ്പോൾ നമ്മളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സമയം തൊട്ടേ നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും എല്ലാം ദൈവം അവിടുന്ന് കേൾക്കുന്നുണ്ട് എന്ന് ഈ ഒരു വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ എന്താണ്, ദാനിയേലിൻ്റെ പ്രാർത്ഥനയും ദൈവം അപ്പം തന്നെ കേട്ടിരുന്നു. പക്ഷേ എന്തുപറ്റി? 13-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തൊട്ടേ ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് അതിന് ഉത്തരം കൊടുത്തു വിട്ടെങ്കിൽ തന്നെ പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു, യഥാർത്ഥത്തിൽ അവിടുത്തെ ഗവൺമെൻറ്റിലെ പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു ആരാണ്? കോരശായിരുന്നു. എങ്കിൽ തന്നെയും ഈ പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? സാത്താൻ എന്ത് ചെയ്തു? കോരശിലൂടെ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. അതായത് ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് അനുസൃതമായി ഉത്തരം ലഭിക്കാതിരിക്കുന്നു, അങ്ങനെ ഒരു പ്രവർത്തനം അവിടെ നടക്കാതിരിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ്? സാത്താൻ കോരശിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഗബ്രിയേൽ ദൂതൻ എന്ത് ചെയ്തു? അതുപോലെ തന്നെ കോരശിലൂടെ തിരിച്ചും സാത്താൻ ഉണ്ടാക്കുന്ന വാദപ്രതിവാദങ്ങൾക്കെതിരായി ആരും ഇതിനു വേണ്ടി ദാനിയേലിന് ഉത്തരം പ്രാർത്ഥന കൊടുക്കുന്ന വേണ്ടി പ്രയത്നിച്ചിരുന്നു? ഗബ്രിയേലും പ്രയത്നിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് നമ്മളിവിടെ കാണുന്നത്? അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കും പലപ്പോഴും ഇങ്ങനെയാണ്, നമുക്ക് വിചാരിക്കും പ്രാർത്ഥനയ്ക്ക് ആൻസർ കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷെ എന്താണ്, നമ്മളെ തന്നെ കഷ്ടത്തിൽ നിന്ന് കര കയറ്റാതിരിക്കുന്നതിന് വേണ്ടി സാത്താൻ പലരിലൂടെയും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്തു? ഇവിടെ ദൈവം തന്നെ വന്ന് ആ കാര്യം സോൾവ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരിലൂടെയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ഇവിടെ ഈ ഒരു സംഭവത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന ഒരു വൻ പോരാട്ടത്തെ ഇവിടെ തുറന്ന് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പം ദാനിയേൽ തന്നെ താഴ്ത്തിയ ദിവസം തന്നെ എന്തായിരുന്നു? ദൈവം ദാനിയേലിനെ പ്രാർത്ഥന കേൾക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അയക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ശത്രുവായ സാത്താൻ എന്ത് ചെയ്യുന്നു? അതെന്താണ്? ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നുണ്ടത്. അപ്പോൾ സാത്താൻ എന്ത് ചെയ്യുന്നു? എപ്പോഴും ദൈവജനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി പിന്നെയും എന്ത് ചെയ്യുന്നു? ശ്രമിക്കുകയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതായിട്ടും ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇരുട്ടിൻ്റെ ശക്തിയുമായി ഗബ്രിയേൽ 21 ദിവസം മല്ലിട്ട് കൊണ്ടിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന് ശേഷമാണ് എന്താണ്? ദൈവം തന്നെ വരികയും ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യുകയും ദാനിയേലിൻ്റെ അടുത്ത് ഉത്തരവുമായിട്ട് എത്തുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ദൈവവും സാത്താൻ്റെ വാദപ്രതിവാദങ്ങൾ കേൾക്കുന്നു എന്നുകൂടെ നമ്മൾ ഓർക്കണം. ഇല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ആ പ്രാർത്ഥന ദൈവം ദാനിയേൽ മനസ്സ് വെച്ച് പ്രാർത്ഥിച്ച അന്ന് തന്നെ ദൈവത്തിന് ഉത്തരം കൊടുത്തു വിടുന്നതിന് പകരം അപ്പം തന്നെ ശത്രുവായ സാത്താൻ എല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യായിരുന്നു. എന്തുകൊണ്ട് ദൈവം അവിടെ ചെയ്തില്ല എന്നതുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ദൈവം നീതിമാനാണെന്ന് തെളിയിക്കുകയും വേണം, അതേസമയം ദൈവത്തിന് നമ്മെ സഹായിക്കുകയും വേണം. അപ്പോൾ ദൈവം ചെയ്യുന്ന എന്താണ്? ദൈവം സ്നേഹവാനും നീതിവാനാണെന്ന് തെളിയിക്കുകയും വേണം. ആർക്കാണ് തെളിയിക്കേണ്ടത്? അതിനെതിരെ വാദപ്രതിവാദം നടക്കുന്ന ശത്രുവിനെ തെളിയിക്കണം. അപ്പോൾ സാത്താൻ അത് തെളിയിച്ചു കൊടുക്കുകയും വേണം, അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം നൽകുകയും വേണം. അതുകൊണ്ടാണ്, അല്ലാതെ ദൈവത്തിനെതിരെ ഒരു ആരോപണം വന്ന ഉടനെ ആരോപണം അയക്കുന്ന വ്യക്തിയെ ഉന്മൂലനാശം ചെയ്യുക എന്നൊരു പ്രക്രിയ ദൈവം ഉപയോഗിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിനെല്ലാം കാലതാമസം വരുന്നതായിട്ടും നമ്മൾ ശരിക്കും കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ അധികാരത്തിൽ ദൈവം ഒരിക്കലും എന്താണ് ധാർഷ്ട്യം ഉപയോഗിക്കാറില്ല അല്ലേ. ഇങ്ങനെ ഒരു വാദപ്രതിവാദം വന്നു, അതുകൊണ്ട് ഇവരെല്ലാം നശിപ്പിക്കാം എന്നൊരു ധാർഷ്ട്യ സ്വഭാവം ദൈവം കാണിക്കാറില്ല. ദൈവം ഒരു കാര്യം സോൾവ് ചെയ്യുന്നത് സ്നേഹത്തിലൂടെയും അതുപോലെ തന്നെ നീതിയിലൂടെയും ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ദൈവവും സർവവും സാധ്യമാണെങ്കിലും ഒരു ലിമിറ്റേഷനോടുകൂടി പ്രവർത്തിക്കേണ്ടതായിട്ട്
വരുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, ദൈവം ഇങ്ങനെ അധികാര പരിധിയിലൂടെ അധികാരത്തിൻ്റെ ഒരു പരിമിതിയിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് 21 ദിവസം ദാനിയേലിന് പ്രെയർ ചെയ്യേണ്ടി വന്നായിട്ട് കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്താണ്, ആദ്യത്തെ ദിവസം തന്നെ ദൈവം നേരിട്ട് സാത്താനെ ഉന്മൂലനാശം ചെയ്യുമെന്നും കാണുന്നുണ്ട്. അപ്പം നമ്മൾ കാണുന്നത് എന്താണ്, ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ എപ്പോഴും ഒരു വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം അതിൽ നീതിമാനും സ്നേഹവാനാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു, അതോടൊപ്പം മനുഷ്യരെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് ഇന്നത്തെ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് പോകാം. വെളിപ്പാടിലെ മഹാസർപ്പം, ദ ഡ്രാഗൺ ഓഫ് റെവലേഷൻ. വെളിപ്പാട് 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ മഹാസർപ്പത്തിൻ്റെ ഭരണാർത്ഥി അതിർത്തി ദൈവവും അവൻ്റെ ജനവും മാത്രമല്ല, പിന്നെ യുഗങ്ങളായ ദൈവജനത്തെ പീഡിപ്പിക്കുന്ന ഭരണാധികാരികളും അതിൽ ഉൾപ്പെടുന്നു എന്നറിയുന്നു. അപ്പോൾ ദൈവത്തെയും ദൈവജനത്തെ മാത്രമല്ല നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. അതുപോലെ അവിടുത്തെ ഭരണാധികാരികളിലൂടെ ദൈവജനത്തെ പീഡിപ്പിക്കുന്ന ഭരണാധികാരികളായിട്ടും നമ്മളത് കാണുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കത് നോക്കാം. വെളിപ്പാടിൻ്റെ പ്രവചനം 13-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് പോകാം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി. ഈ മൃഗത്തിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഈ മൃഗത്തിന് വമ്പും ദൂഷണവും പറയാനുള്ള വായ് ലഭിച്ചു, അധികാരവും ലഭിച്ചു. അപ്പം നമ്മൾ കാണുന്നത് സമുദ്രത്തിൽ കയറി വരുന്ന ഒരു മൃഗത്തെ കാണുന്നു അല്ലേ. 10 കൊമ്പും 7 തലയും 10 കൊമ്പുകളിൽ 10 രാജമുടിയും അതുപോലെ ദൂഷണ നാമവും ഒക്കെ ഉള്ള ഒരു മൃഗമാണ്, ഒരു പ്രത്യേകതരം മൃഗമാണ് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ കയറി വന്ന മൃഗത്തിന് എന്താണ് നൽകപ്പെടുന്നത്, മഹാസർപ്പം. അതായത് സാത്താൻ എന്ത് നൽകുന്നു, ശക്തി നൽകുന്നു, സിംഹാസനം നൽകുന്നു. സിംഹാസനമാണ് അധികാരികൾ ഇരിക്കുന്ന സ്ഥലം അല്ലേ. അപ്പോൾ സിംഹാസനം രാജാക്കന്മാരുടെ ഭരണം പോലെയുണ്ട്. അപ്പോൾ രാജവാഴ്ചയ്ക്കൊത്തോണം ഇരിക്കുന്ന സിംഹാസനം നൽകുന്നുണ്ട്. അതുപോലെ നൽകുന്നുണ്ട്, വലിയ അധികാരവും നൽകുന്നു. അപ്പോൾ എന്തൊക്കെ കിട്ടി, ശക്തിയും സിംഹാസനവും അധികാരവും കിട്ടി. ഈ മൃഗം എങ്ങനെ സംസാരിച്ചു എന്നാണ്, ദൂഷണം പറയാനുള്ള വായ് ലഭിച്ചു, അതുപോലെ അത് പറയാനുള്ള അധികാരവും ലഭിച്ചതായിട്ട് കാണുന്നു. അപ്പോൾ ചരിത്രം നമ്മൾ നോക്കി പഠിച്ചു വരുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവുന്നുണ്ട് അതൊരു രാജ്യത്തെ തന്നെ സൂചിപ്പിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു. അപ്പോൾ വരുന്ന ആ രാജ്യത്തിന് എന്തൊക്കെ ലഭിക്കുന്നുണ്ട്, ഒരു രാജ്യത്തിൽ ഈ മഹാസർപ്പം സാത്താനാണ് ശക്തി നൽകുന്നത്, സിംഹാസനം നൽകുന്നത്, അധികാരം നൽകുന്നത്. അതുപോലെ വൻപും ദൂഷണവും പറയാനുള്ള വായും ദൈവത്തിൻ്റെ ലിഖിത നിയമങ്ങളെ മാറ്റാനുള്ള അധികാരവും സാത്താൻ അവന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ തന്നെ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ദൈവമാനാണ്. ദൈവത്തിൻ്റെ ഗവൺമെൻറ്റിനെതിരെയുമാണ് അവിടെ യഥാർത്ഥത്തിൽ ഒരു ആരോപണം സാത്താൻ ഉന്നയിച്ചത്. അപ്പോൾ ഭൂമിയിൽ വന്നിട്ട് മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്ന സാത്താൻ സെയിം തിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഗവൺമെൻറ്റിലെ ലിഖിത നിയമങ്ങൾക്കുമെതിരെ, അതായത് ദൈവിക ഗവൺമെൻറ് ലോകത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഈ സാത്താൻ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അങ്ങനെ ഈ അധികാരം കിട്ടിയ ഈ രാജ്യം എന്ത് ചെയ്യുന്നു, ദൈവജനത്തിനെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇവർ ദൈവത്തിൻ്റെ ലിഖിത നിയമങ്ങളെ മാറ്റുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 7-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവർ ജയിക്കാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അപ്പോൾ അല്പകാലത്തേക്കാണ് അധികാരം ലഭിച്ചുവെങ്കിലും പക്ഷേ ഈ അധികാരം കൊണ്ട് ഒത്തിരി കാര്യം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ്. ആരില്ല, വിശുദ്ധന്മാരോട്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ എല്ലാ ഗോത്രത്തിലും ജാതിയിലും വംശത്തിലുമുള്ളവർ ആയവരോട് യുദ്ധം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇത്രയും വലിയൊരു അധികാരമാണ് ആരിലാൽ നൽകപ്പെട്ട ലോകത്തിൻ്റെ തൽക്കാലമായ പ്രഭുവായ സാത്താനാൽ നൽകപ്പെട്ടതെന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ആശ്വസിക്കാൻ വകകൾ വെളിപ്പാട് 12-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് ക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു പ്രത്യേക വാക്യം അല്പകാലമേ ഉള്ളൂ എന്നാണ്. അപ്പം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അവനൊരു സമയപരിധി ദൈവം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സാത്താൻ തന്നെ അറിയാം അവൻ എത്ര സമയമുള്ളൂ, അല്പകാലമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് സാത്താൻ ദൈവത്തിൻ്റെ
ഗവൺമെൻറ്റിനും എതിരെ അവൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ഒരല്പകാലമാണ് ശരിക്കും ആർക്ക് അനുവദിച്ചിരിക്കുന്നത്? സാത്താന് അനുവദിച്ചിരിക്കുന്നത്. അത് അവൻ സ്വർഗത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല, അവിടെ നിന്ന് പുറത്തായി. ഭൂമിയിലും അവന് തെളിയിക്കാൻ കഴിയാത്ത, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു? തീർച്ചയായിട്ടും പുറത്താക്കപ്പെടുന്നു എന്ന് പറയും. അപ്പോൾ ആ ഒരു അല്പകാലമാണ് അവൻ നൽകുന്നത്. അതുകൊണ്ട് എന്താണ്, കഴിയുന്നത്രയും വേഗത്തിൽ ശക്തിയോടെ അധികാരത്തോടെ വമ്പും ദൂഷണവും പറഞ്ഞ് ദൈവത്തിൻ്റെ നിയമങ്ങൾ മാറ്റിക്കൊണ്ട് അവൻ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വെളിപ്പാട് 21:4 പോകുമ്പോൾ അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. അവിടെ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശരിക്കും അറിയാം. അപ്പോൾ ഈ അല്പകാലം എന്ന സമയം പരിധിയാണ് ആർക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? സാത്താന് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സാത്താൻ പ്രവർത്തിക്കുന്നത് അവന് നൽകപ്പെട്ടിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്നാണ് എന്നുകൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന എന്താണ്? പുതിയൊരു ദൈവരാജ്യം സ്ഥാപിക്കുന്നു. അപ്പോൾ കണ്ണുനീരില്ല, കഷ്ടതയില്ല, ദുഃഖമില്ല, മുറവിളിയില്ല. അപ്പോൾ ദൈവം എന്താണ്? ഒരു നിത്യരാജ്യം സ്ഥാപിക്കും എന്നുകൂടെ ഈ തിരശ്ശീലയ്ക്ക് പിന്നെ നടക്കുന്ന സംഭവങ്ങളെല്ലാം അവസാനിക്കപ്പെടും എന്നുകൂടെ നമ്മൾ ഇതിൽ നിന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്നുകൂടെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കുന്നു, അല്ലേ? അപ്പോൾ സാത്താനും സൈന്യവും ആ സമയത്ത് എന്ത് സംഭവിക്കും? സാത്താനും സൈന്യവുമൊക്കെ തീർച്ചയായിട്ടും ആ സമയത്ത് ചാരമായി പോവും എന്ന് നമുക്കറിയാം. അപ്പോൾ സാത്താൻ്റെ പ്രവർത്തനത്തിന് സമയപരിധി ദൈവം നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ഇയ്യോബിൻ്റെ അനുഭവം, ദ കേസ് ഓഫ് ജോബ്. അപ്പോൾ ഇയ്യോബിൻ്റെ ജീവിത ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ്, തിരശ്ശീലയ്ക്ക് പിന്നിൽ നടന്ന സംഭവങ്ങൾ എല്ലാം വളരെ കൃത്യമായി എന്താണ് അവിടെ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ബൈബിളിലെ ഒരു ചരിത്ര കഥയാണ് ആരത്? ഇയ്യോബിൻ്റേതെന്ന് നമ്മൾ ഓർത്തിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഇതൊരു പ്രാപഞ്ചിക നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രാപഞ്ചിക പോരാട്ടത്തെ വളരെ വ്യക്തമായിട്ട് നമുക്ക് തുറന്നു കാട്ടിത്തരുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ ഇവിടെ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു? സാത്താന് ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാണ്. അപ്പോൾ യഹോവ സാത്താനോട് ചോദിക്കുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിലും ആരുമില്ലല്ലോ എന്നരുളി ചെയ്തു. അതിന് സാത്താൻ എന്ത് യഹോവയുടെ ഉത്തരമായി അരുളിയത്? വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീടിനും അവൻ്റെ സകലത്തിനും ചുറ്റും വേലി കിട്ടിയിട്ടില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് നമുക്കൊരു വലിയ സത്യം മനസ്സിലാകുന്നുണ്ട്. എന്താണ് നമ്മളിവിടെ നിന്ന് ശരിക്കും മനസ്സിലാക്കുന്ന ഒരു സത്യം? അതായത് ദൈവ സംരക്ഷണയിലുള്ള, ദൈവം വേലി കെട്ടി സംരക്ഷിക്കുന്ന ആരുടെ മേലും സാത്താന് പ്രവർത്തിക്കാനുള്ള അധികാരം നൽകിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ്. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീടിനും അവൻ്റെ സകലത്തിനും ചുറ്റും വേലി കിട്ടിയിട്ടില്ലയോ? അതുകൊണ്ട് എനിക്ക് എന്താണ് അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ആ സെൻറ്റൻസ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമാക്കി, നമ്മളിപ്പോൾ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ എന്താ പഠിച്ചത്? അവനൊരു സമയപരിധിയും ദൈവം നിശ്ചയിച്ചാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതുപോലെ നമുക്ക് മനസ്സിലാകുന്ന ഓരോ അവനൊരു പ്രവർത്തിക്കാനും ദൈവം എന്താണ് അവന് പരിധി നിശ്ചയിച്ചിരിക്കുന്നു. എന്താണ്? ദൈവിക സംരക്ഷണത്തിലിരിക്കുന്നവർക്കെതിരെ അവന് പ്രവർത്തിക്കാനുള്ള അധികാരം ആര് നൽകിയിട്ടില്ല എന്ന് നമുക്കിതിലൂടെ മനസ്സിലാവുന്നു. ദൈവം അവന് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. എപ്പോഴാണ് അവന് ആ അധികാരം ലഭിച്ചത്? ദൈവം തന്നെ എന്താണ് അവന് പരീക്ഷണത്തിന് ഇയ്യോബിന്, എന്നാൽ പിന്നെ നീ പറഞ്ഞ വാദം നീ തെളിയിക്ക് എന്നുള്ള പരീക്ഷണത്തിന് വിട്ടുകൊടുത്തപ്പോഴാണ്. അങ്ങനെ ഇപ്പോൾ എന്ത് നഷ്ടമായി? ഇപ്പോൾ ഇയ്യോബിന് എന്തൊക്കെ നഷ്ടമായി? ഇയ്യോബിന് തൻ്റെ ജീവൻ ഒഴിച്ച്, ദൈവം എന്താണ് പറഞ്ഞ്, ജീവൻ ഒഴിച്ച് അവനെ തൊടാം, അല്ലേ? അതായത് എല്ലാ സമ്പത്തും നഷ്ടമായി, എല്ലാ മക്കളും നഷ്ടമായി, ഭാര്യ തള്ളി പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഭാര്യ നഷ്ടമായി, പോരാനിട്ട് എന്താണ് ശരീരം മുഴുവനും എന്താണ് വ്രണം പിടിച്ചിട്ട് അത് വളരെ വേദനാജനകമായ രീതിയിലായിത്തീർന്നു. ജീവനൊഴികെ എന്ത് ചെയ്തു? അവൻ വളരെ ദുഃഖത്തിലായിത്തീർന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ? ശരിക്കും എന്താണ് ദൈവം അധികാരം കൊടുക്കുന്നത് വരെ ഇയ്യോബ് എങ്ങനെയായിരുന്നു? ഇയ്യോബിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ല. അപ്പോൾ ദൈവീയ സംരക്ഷണം, അധികാര പരിധി എന്ന പോലെ ദൈവീയ സംരക്ഷണം കൊടുക്കുമ്പോഴത്തേക്ക് പ്രവൃത്തികൾക്കും സാത്താന് പ്രവർത്തിക്കാനും ഒരു പരിമിതി ദൈവം വച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു.
ഇവിടെ സാത്താൻ ചിന്തിച്ചത് എന്താണ്? സാത്താൻ ഇയ്യോബിൻ്റെ എല്ലാം നശിപ്പിച്ചു എന്നായിരുന്നു. പക്ഷേ ഇയ്യോബ് എന്ത് തെളിയിച്ചു? ദൈവമാണ് എല്ലാമെന്ന് തെളിയിച്ചു അല്ലേ? അതൊരു ഭയങ്കര തോട്ടാണ് ശരിക്കും. സാത്താൻ വിചാരിച്ചത് സാത്താൻ ഇയ്യോബിൻ്റെ എല്ലാം എടുത്തെന്ന് കരുതപ്പോൾ സാത്താൻ ഇയ്യോബ് എന്ത് തെളിയിച്ചു കൊടുത്തു? ദൈവമാണ് എനിക്കെല്ലാം എന്ന് തെളിയിച്ചു കൊടുത്തു. ഇയ്യോബ് എന്ത് ചെയ്തു? വാക്കുകൾ കൊണ്ട് ദൈവത്തിനെതിരായി യാതൊന്നും സംസാരിച്ചില്ല എന്ന്, എതിരായി ദൈവത്തോട് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ ഇയ്യോബ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവത്തിനെതിരായി പാപം ചെയ്യുന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള കാര്യവും ഇയ്യോബിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്ന വേറൊരു കാര്യം എന്താണ്? ശരിക്കും നമ്മളിവിടെ വെളിപ്പാട് 12:10 വാക്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ രാപ്പകൽ അപവാദം ചുമത്തുന്ന അപവാദിയാണ് സാത്താൻ എന്ന് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ശരിക്കും എന്താ അവിടെ നമ്മൾ സഹോദരങ്ങളെ രാപ്പകൽ അപവാദം ചുമത്തുന്ന അപവാദിയാണ്. അപ്പോൾ ഇയ്യോബിനെ അപവാദം ചുമത്തിയതുപോലെ എന്താണ്? ദൈവത്തിൻ്റെ ജനമായി ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവരുടെ മേലും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഓരോ അപവാദം സാത്താൻ ചുമത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സാത്താൻ നമ്മളെ തിരഞ്ഞു പിടിച്ചൊരു അപവാദം ദൈവത്തിന് മുമ്പ് ചുമത്തുകയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? സാത്താൻ നൽകിയിരിക്കുന്നു. അപ്പോൾ സാത്താൻ ഇയ്യോബിന് നൽകപ്പെട്ട അവകാശത്തെ തെളിയിച്ച് നോക്കിയപ്പോൾ ഇയ്യോബ് പരാജിതനായില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മളെയൊക്കെ ഇതുപോലെ സാത്താൻ ദൈവത്തോട് ചോദിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും? നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, ആ വിശ്വാസം ദൈവത്തിന് നമ്മളിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാൻ. പക്ഷേ ഇയ്യോബിൽ ദൈവത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാത്താൻ ചോദിച്ചപ്പോൾ ഇയ്യോബ് ജീവന് മാറ്റം തുടരുമെന്ന് പറഞ്ഞ് ഇയ്യോബിനെ നൽകിയത്. ഇയ്യോബ് ദൈവത്തെ വിശ്വസിച്ച പോലെ ദൈവവും തിരിച്ച് ഇയ്യോബിനെ വിശ്വസിച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ സങ്കീർത്തനം 95:13 വാക്യത്തിൽ 10-11 വാക്യം, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികൾ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇത് ശരിക്കും പറയുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ എത്ര തവണ സഹായിച്ചിട്ടും അവരെന്ത് ചെയ്യുന്നു? അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരായിരുന്നു. അപ്പോൾ ഇയ്യോബിൻ്റെ സ്റ്റോറി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇയ്യോബ് തെറ്റിപ്പോകുന്ന ഹൃദയമല്ല, പിന്നെ എന്താണ്? ഇയ്യോബ് ദൈവത്തിൽ സ്ഥിരമാനസനായിരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കാനുള്ള ഒരു കാര്യം കൂടെ, നമുക്ക് തെറ്റിപ്പോകുന്ന ഹൃദയമാണുള്ളെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയില്ല. സാത്താൻ നമ്മളെക്കുറിച്ച് വാദിക്കുമ്പോൾ ദൈവത്തിന് അത് തെളിയിക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സ്ഥിരമായ ഒരു ഹൃദയത്തിൻ്റെ ആവശ്യമുണ്ട്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സ്ഥിരമായ ഹൃദയത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുകൂടെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വൻ പോരാട്ടത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും അത് ഭൂമിയിൽ എങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ചും ഇന്നത്തെ പാഠം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം, ഈ ലോകത്തിലെ താൽക്കാലിക ഭരണകർത്താവ്, ദ ടെമ്പററി റൂളർ ഓഫ് ദിസ് വേൾഡ്. അപ്പം ഏർപ്പെടേണ്ട നിയമങ്ങൾ സാത്താനും അവൻ്റെ കൂട്ടരുമായ ശത്രുക്കളെ പരിമിതപ്പെടുത്തുക എന്ന് മാത്രമല്ല, ശത്രുവിൻ്റെ അധികാര പരിധിയിലുള്ള തിന്മകളെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ പരിഹരിക്കുകയോ ചെയ്യുന്നതിനുള്ള ദൈവിക നടപടികളെ കൂടെ പരിമിതപ്പെടുത്തുകയാണെന്ന്. അപ്പോൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് എല്ലാവർക്കും, ശത്രുവിൻ്റെ അധികാര പരിധിയെ പരിമിതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവും, അത് കൂടുതലായിട്ട് പറയാതെ തന്നെ മനസ്സിലാവും. പക്ഷേ എന്താണ്? തിന്മയെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ പരിഹരിക്കുന്നതിനുള്ള ദൈവിക നടപടികളെ കൂടെ പരിമിതപ്പെടുത്തുന്നു എന്നുള്ളതാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറയുന്നത്. ശരിക്കും എന്താണ്? ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല എങ്കിൽ തന്നെയും ദൈവത്തിന് എന്താണ്? സാത്താൻ്റെ വാദപ്രതിവാദങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം എന്താണ്? കുറച്ച് പരിമിതികളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഈ ലോകത്തിലെ ശത്രുവിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള ചില വാക്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. യോഹന്നാൻ 12:31 വാക്യം, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. 14:30 പോകുമ്പോൾ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യവുമില്ല എന്ന് യേശു പറയുന്നു. നമ്മൾ 2 കൊരിന്ത്യർ 4:4 വാക്യത്തിലേക്ക് പോകുമ്പോൾ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു താൽക്കാലിക പ്രഭുവായ
ഈ ലോകത്തിൻ്റെ താൽക്കാലിക പ്രഭുവായ സാത്താനുമായി ദൈവത്തിന് യാതൊരു ബന്ധമില്ലെന്ന് മാത്രമല്ല, അവനെ പുറത്താക്കി ദൈവം ഒരു നിത്യരാജ്യം സ്ഥാപിക്കുമെന്നുകൂടി ഈ വാക്യങ്ങൾ നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ടല്ലേ. എന്നാൽ ദൈവിക ഭരണകൂടത്തിന് പരിമിതികൾ ഉണ്ടാകാൻ കാരണം എന്താണ്? ഒന്നാമത് ദൈവിക ഭരണകൂടത്തിന് പരിമിതി ഉണ്ടാകാൻ കാരണം സൃഷ്ടികൾക്ക് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നൽകിയതുകൊണ്ടാണ്. മനുഷ്യർക്കാകട്ടെ അതുപോലെ സ്വർഗത്തിലെ ദൂതന്മാർക്കും എന്തായിരുന്നു? തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നൽകിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത് എന്താണ്? തമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത ഏർപ്പെടൽ നിയമങ്ങളും ഇതിന് കാരണമാണ്. അപ്പം നമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത ഏർപ്പെടൽ നിയമങ്ങളുമുണ്ട്. അപ്പോൾ അത്തരം ഏർപ്പെടൽ നിയമങ്ങൾ കാരണം എന്താണ്? ഈ ദൈവത്തിന് ചില പരിമിതികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള തിന്മകളും കഷ്ടതകളും ഒക്കെ ഇന്ന് ലോകത്ത് കാണുന്നുണ്ട്. ഇതിന് ഏറ്റവും എക്സാമ്പിളായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വരുന്ന വാർത്തകളെല്ലാം ഓരോ ദിവസങ്ങളും എടുത്ത് നോക്കുമ്പോൾ എന്താണ്, നമുക്കൊന്നും മനസ്സിലാക്കാൻ തന്നെ കഴിയാത്തതായിട്ടുള്ള ഒത്തിരി ഞെട്ടിപ്പോകുന്ന, ഒത്തിരി വിഷം വരുത്തുന്ന കൊലപാതക രീതികളും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എന്തുകൊണ്ട് ദൈവം ഒന്നും ഇത് ഇടപെടുന്നില്ല, എന്തുകൊണ്ട് ദൈവം ഒന്നും ഇടപെട്ട് നിർത്തുന്നില്ല എന്നൊക്കെ ഒത്തിരി ചോദ്യം നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഇങ്ങനെ ആ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതായിട്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള തിന്മകളും കഷ്ടതകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന് ഈ ലോകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ദൈവം സർവ്വം അറിയുന്നവനാണെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന് മനുഷ്യർ ദൈവത്തിനെതിരെ ചോദിപ്പിക്കുന്ന ആരാണ്? സാത്താനാണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്ന ആരാണ്? എന്ന് സാത്താനാണ് എന്ന് നമ്മൾ മനസ്സിലാകുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് എന്താണ്? ദൈവം ഈ പ്രതിവാദം, സാത്താൻ്റെ പ്രതിവാദം കേൾക്കുകയും ദൈവം നീതിമാനാണെന്നും അവൻ്റെ പ്രവൃത്തി ഇതെല്ലാം നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമാണെന്നും ദൈവം എന്താണ്? തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലേ. അപ്പോൾ ദൈവം എന്താണ്? ദൈവം സർവാധികാരമുള്ളവനായതുകൊണ്ടും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായതുകൊണ്ടും ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലാത്തതുകൊണ്ടും ദൈവത്തിന് വേണമെങ്കിൽ ഇതൊന്നും സംഭവിക്കാതെ എല്ലാവരെയും ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് സാത്താനെ തുടച്ചു നീക്കാൻ തീർച്ചയായിട്ടും കഴിയും. പക്ഷേ ദൈവത്തിനും ദൈവത്തിൻ്റെ നിയമങ്ങൾക്കുമെതിരെ കുറ്റാരോപണം ചുമത്തിയ സാത്താനെ ദൈവം അങ്ങനെയല്ല നീക്കം ചെയ്യുന്നത്. പകരം അവരുടെ കുറ്റാരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹത്തിലൂടെ നീതിയിലുള്ള ഒരു ഭരണമാണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായി ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്? നീതിയിലും സ്നേഹത്തിൽ അധിഷ്ഠിതമായി ദൈവം പ്രവർത്തിക്കുന്ന കൊണ്ട് തന്നെ എന്താണ്? ഇത് തെളിയിച്ച് കൊടുക്കുന്നതിന് സമയം വരികയും കുറേ തിന്മകൾ ഈ ലോകത്തിൽ വന്ന് ഭവിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. ഇവിടെ 1 യോഹന്നാൻ്റെ പുസ്തകം 3:8 വാക്യത്തിലേക്ക് പോകുമ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായതുകൊണ്ട്, പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി നമ്മൾ കാണും. നമ്മുടെ മനപ്പാഠവാക്യത്തിൽ വന്നത്. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാനാണ് കർത്താവായ യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്താണ്? നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം അത് എല്ലാം ഒരുക്കിയിട്ടുള്ളതായിട്ട് നമ്മൾ കാണും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, സാത്താൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ദൈവീയ സംരക്ഷണം ഉള്ളവരിലേക്ക് സാത്താന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുപോലെ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ലോകത്തിൽ കാണുന്ന സംഭവങ്ങളെല്ലാം അല്പകാലത്തെ നിലനിൽക്കുന്നുള്ളൂ എന്നുകൂടെ നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഭരണകർത്താവ് എങ്ങനെയാണ്? സാത്താനാണ് ഈ ലോകത്തിൻ്റെ ഭരണകർത്താവ് ഇപ്പോഴും, പക്ഷെ അത് താൽക്കാലികം മാത്രമാണ് എന്നുകൂടെ ഈ പാഠഭാഗം നമ്മെ വിശദമാക്കി തരുന്നുണ്ട്. നമുക്ക് വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം പരിമിതികളും നിബന്ധനകളും, ലിമിറ്റ്സ് ആൻഡ് റൂൾസ്. അപ്പോൾ ദൈവത്തിനും ദൈവിക ഭരണകൂടത്തിനുമെതിരെ സാത്താൻ ഉന്നയിച്ച അപകീർത്തികരമായ ആരോപണങ്ങൾ കാരണമാണ് പ്രപഞ്ചത്തിലെ പോരാട്ടം ഉടലെടുത്തത്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രാപഞ്ചിക പോരാട്ടമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പോരാട്ടം ഉടനടിയുള്ള അധികാരം കൊണ്ട് പരിഹരിക്കുകയല്ല ദൈവം ചെയ്തത്, ഇത് തെളിയിക്കൽ ആവശ്യമായി വന്നിരിക്കുന്നു അല്ലേ. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരുവനെക്കുറിച്ച് ഗൗരവപരമായ ഒരു കുറ്റാരോപണം കൊണ്ടുവരികപ്പെടുകയാണെങ്കിൽ കുറ്റാരോപണത്തെ പരാജയപ്പെടുത്താനുള്ള ഏക മാർഗം എന്ന് വെച്ചാൽ എന്താണ്? അവരെ നിഷ്കാസനം ചെയ്യുക എന്നതല്ല,
പകരം എന്താണ്, അവർ സ്വാതന്ത്ര്യവും തുറന്നതും ന്യായവും അവർ അന്വേഷണം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഭൂമിയിൽ കാണുന്ന ഗവൺമെൻറ്റുകൾക്കെതിരെയും, അപ്പോൾ നമുക്കിവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഉണ്ട്. പ്രതിപക്ഷം ഗവൺമെൻറ്റിനും അതുപോലെ എന്താണ് ആ ഗവൺമെൻറ്റിലെ മന്ത്രിക്കൊക്കെ എതിരെ ഒരു കുറ്റാരോപണം കൊണ്ടുവരുമ്പോൾ എന്താണ്, അവരെ അടിച്ചമർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇവർ പറയുന്നതാണ് സത്യം, അതുകൊണ്ടാണ് അടിച്ചമർത്തി എന്ന് പറയപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു കുറ്റാരോപണം കൊണ്ടുവരികയാണെങ്കിൽ എന്താണ്, ഗവൺമെൻറ് ഉത്തരവാദിത്വം അതല്ല എന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് ശരിക്കും ദൈവവും സ്വർഗത്തിൽ ചെയ്യുന്നത്. സാത്താൻ കൊണ്ടുവരുന്ന കുറ്റാരോപണങ്ങളെ അത് തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു തെറ്റായ വാദമാണെന്ന് തെളിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ദൈവം ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പ്രാപഞ്ചിക പോരാട്ടത്തിലെ നിയമങ്ങൾ ദൈവവും പാലിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ ദൈവത്തിന് സകലവും സാധ്യമാണെങ്കിലും ദൈവം ഒരു ലിമിറ്റേഷനിലൂടെ പ്രവർത്തിക്കാൻ കാരണം എന്താണ്, സാത്താൻ്റെ മുമ്പിൽ ദൈവം നീതിവാനും സ്നേഹത്തിലൂടെ അധിഷ്ഠിതമായ ഒരു ഭരണമാണ് നടത്തുന്നതെന്ന് ദൈവത്തിന് തെളിയിച്ചു കൊടുക്കേണ്ടിയുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ധകാരത്തിൻ്റെ രാജ്യത്തിലെ താൽക്കാലിക ആധിപത്യത്തിനുള്ളിൽ ചില തിന്മകൾ വന്ന് ഭവിച്ചേക്കാം. ഇത് നമ്മൾ ചുറ്റുപാടും തിന്മകൾ ധാരാളം കാണുന്നുമുണ്ട് അല്ലേ. ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 4-5 വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ നഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ചു സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തിയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ എന്താണ്, യേശു ജനിച്ച സ്ഥലത്തേക്ക് തന്നെ വന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് എല്ലാവരും ഇത് യോസഫിൻ്റെ മകനല്ലേ, ഇത് ഇന്നവളുടെ സഹോദരനല്ലേ, ഇത് തച്ചനായിട്ട് ജോലി ചെയ്തിരുന്ന ആളല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലാണ് യേശുവിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ യേശു എന്താണ്, ദൈവമായി അവരെ കാണാതെയും യേശുവിനെ അംഗീകരിക്കാതെയും വിശ്വസിക്കാതെയും യേശുവിനോട് പ്രാർത്ഥിക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്ത്, ഏതാനും ചില രോഗികൾക്ക് മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വേറെ വീര്യപ്രവൃത്തികളൊന്നും ദൈവം പ്രവർത്തിച്ചതായിട്ട് കാണുന്നില്ല അല്ലേ. അവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, മർക്കോസ് 9:29 നോക്കുമ്പോൾ പ്രാർത്ഥനയാലല്ലാതെ മറ്റൊന്നിനാലും ഈ വർഗത്തെ പുറത്താക്കുവാൻ സാധ്യമല്ലെന്ന് കാണുന്നുണ്ട്. ശരിക്കും അവിടെ ഊമനും ചകടനുമായ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നു. അപ്പോൾ ശിഷ്യന്മാർ അവനുള്ള ഭൂതത്തെ പുറത്താക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ശിഷ്യന്മാർക്ക് അതിന് കഴിയുന്നില്ല. അങ്ങനെ ആര് തന്നെ ആ പ്രവൃത്തി ചെയ്യുന്നു, കർത്താവായ യേശു ക്രിസ്തു തന്നെ ആ ഒരു സൗഖ്യം അവിടെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട്. ശരിക്കും എന്താണ്, ഇവിടെ പ്രാർത്ഥനയാലും വിശ്വാസവാലും പ്രവർത്തിക്കുന്നത് മാത്രമാണ് ഒരാൾക്ക് സൗഖ്യം കിട്ടുന്നത് എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സകലവും സാധ്യമായ ദൈവത്തിന് നമ്മൾ എന്തും ചെയ്യാൻ കഴിയും. എന്നാലും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം, അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ദൈവം അവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മളൊരു ഏർപ്പെടൽ നിയമത്തിൻ്റെ ഒരു പരിധി നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ. അതായത് ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ആവുന്നില്ല, പക്ഷെ പ്രാർത്ഥനയാലും വിശ്വാസത്താലും എന്ത് ചെയ്യുന്നു, ഒരുവന് സൗഖ്യം ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അല്ലാതെ പ്രവർത്തിച്ചതായ ഭാഗങ്ങളും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്, സകലവും ദൈവത്തിന് സാധ്യമായതുകൊണ്ട് ആണെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏർപ്പെടുന്നതിൻ്റെ നിബന്ധനകൾ ഇവിടെ എല്ലാം കൂടി വരുമ്പോൾ ഒത്തുവരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദൈവത്തിന് സകലവും സാധ്യമാണെങ്കിലും പ്രാർത്ഥനയും വിശ്വാസം ഉണ്ടെങ്കിലാണ് അവിടെ സൗഖ്യം നൽകിയതായിട്ട് ഈ കാര്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥലത്ത് വന്നപ്പോൾ, ക്രിസ്തുവിൻ്റെ തന്നെ സ്ഥലത്ത് വന്നപ്പോൾ അവിടെ ആരും അംഗീകരിച്ചില്ല. അതുകൊണ്ട് എന്നാണ് അവിടെ അധികം വീര്യപ്രവൃത്തികളൊന്നും പ്രവർത്തിച്ചതുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അന്ധകാരത്തിൻ്റെ താൽക്കാലിക ഭരണം കാരണം തിന്മ വന്നുപെടുമ്പോൾ ഇയ്യോബിനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തെ ഒരു കാരണവശാലും പഴിചാരാതിരിക്കേണ്ടതാണ് എന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ റോമർ 8:18 വാക്യത്തിലേക്ക് പോകുമ്പോൾ, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. വെളിപ്പാട് 21:3-4 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ, സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ എൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഈ പാഠത്തിൽ എന്താണ് പഠിച്ചു വന്നത്, ഇപ്പോൾ ഒരു താൽക്കാലികമായി സാത്താൻ ഈ ലോകത്തിൻ്റെ പ്രഭുവായിരുന്നു കൊണ്ട് തിന്മകളൊക്കെ വിളിച്ചു വരുത്തി ദൈവത്തിനെതിരെ പ്രവർത്തിക്കുകയും ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവം എന്താണ്, ഒരു ഏർപ്പെടൽ നിയമം, ഈ ഏർപ്പെടൽ നിയമങ്ങൾ നൽകിപ്പെട്ടിട്ടുള്ള ആരിലൂടെയാണ്, ദൈവം തന്നെയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാത്താൻ സമയപരിധിയുണ്ട്,
പ്രവർത്തന പരിധിയുമുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ദൈവം എന്താണ്? ഒരു പരിധിയിലൂടെ പ്രവർത്തിക്കുന്നു. വിശ്വാസത്താലും പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ അടുത്തിൽ വരുന്നവനെ ദൈവം സ്നേഹിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ്? ദൈവം നന്മയിലൂടെയും നീതിയിലൂടെയും എന്താണ്? സാത്താൻ്റെ കുറ്റാരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു അവസാനമുണ്ടെന്നും എന്താണ്? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം തന്നെ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കുമെന്നാണ്. അപ്പോൾ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ച്. അപ്പോൾ എന്താണ്? ഈ താൽക്കാലിക ഈ സമയപരിധി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ രാജ്യം ദൈവം സ്ഥാപിക്കുകയും ദൈവജനത്തിന് സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കുകയും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് ഈ വാക്യങ്ങൾ നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചത്തെ ഭാഗം കൂടുതൽ പഠനത്തിലേക്ക് നമുക്ക് പോകാം. അതിനെടുത്തിരിക്കുന്ന സിസ്റ്റർ വൈറ്റ് എഴുതിയ ടെസ്റ്റിമണീസ് ഫോർ ദ ചർച്ച് വോളിയൂം 1 പേജ് നമ്പർ 341 ദ പവർ ഓഫ് സാറ്റൻ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. വീണുപോയ മനുഷ്യൻ സാത്താൻ്റെ നിയമാനുസൃത തടവുകാരനാണ്. അവൻ്റെ മഹാ എതിരാളിയായ ശക്തിയിൽ നിന്ന് അവനെ രക്ഷിക്കുക എന്നതാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം. സ്വാഭാവികമായും സാത്താൻ്റെ നിർദ്ദേശങ്ങളെ പിന്തുടരുന്ന ഒരു ചായ്വ് മനുഷ്യനുണ്ട്. ശക്തിയേറിയവനും ജയാളിയുമായ ക്രിസ്തു അവനിൽ വസിക്കുകയും അവൻ്റെ ആഗ്രഹങ്ങളെ നയിക്കുകയും അവന് ബലം പകർന്നു കൊടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ആ ഭയങ്കരനായ വൈരിയെ വിജയകരമായി എതിർക്കുവാൻ കഴിയുകയില്ല. സാത്താൻ്റെ ശക്തിയെ പരിമിതപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മാക്കളെ നശിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ അവനൊരു നിമിഷം പോലും കാത്തു നിന്നിട്ടില്ല. സാത്താൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ദൈവമക്കൾ ഇത് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് എന്ന് നമ്മൾ കാണുന്നു. തുടർന്ന് ഈ ഭാഗം എല്ലാവരും വായിച്ചു നോക്കേണ്ടതാണ്. കുറച്ചുകൂടി അതിലുണ്ട്. നമുക്ക് ചർച്ചയ്ക്കുള്ള ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ 3 ക്വസ്റ്റ്യനുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും വളരെ നല്ലതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മാത്രം പറഞ്ഞു പോകുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ സാത്താൻ്റെ നിയമാനുസൃത ബന്ധിയായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സാത്താൻ്റെ നിയമാനുസൃത ബന്ധിയായിരിക്കുക, അതായത് വീണുപോയ മനുഷ്യൻ സാത്താൻ്റെ നിയമാനുസൃത തടവുകാരനാണ്. അതായത് ഈ ലോകത്ത് നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദൈവ സകല അധികാരവും നൽകപ്പെട്ടത് നമ്മിലാണ്. പക്ഷേ ഹൗവ സാത്താൻ്റെ വാക്ക് കേട്ട് എന്ത് ചെയ്തു? സാത്താനെ അനുസരിച്ചതോടുകൂടി എന്താണ്? പാപത്തിൻ്റെ അടിമയായി തീർന്നു. പാപം ചെയ്യുന്നതിനെല്ലാം നമ്മുടെ മനപ്പാഠവാക്യം പറഞ്ഞിരിക്കുന്നതാണ്, പാപം ചെയ്യുന്നതെല്ലാം പിശാചിൻ്റെ മകനാകുന്നു. അതായത് പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ എന്നാണ്. അപ്പോൾ എന്താണ്? പാപം ചെയ്തതോടുകൂടി എന്താണ്? അവൻ്റെ ഒരു നിയമാനുസൃത തടവുകാരനായി നമ്മൾ തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യവർഗം മുഴുവനായി അങ്ങനെ പാപത്തിൽ വീഴുകയുണ്ട്. അങ്ങനെയാണ് എന്താണ് നമ്മൾ നിയമാനുസൃത തടവുകാരി ആയതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ സാത്താൻ മനുഷ്യരോട് തോന്നുന്നതെല്ലാം ചെയ്യാം എന്നിത് അർത്ഥമാക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല എന്ന് നമ്മൾ ഇത്രയും ഭാഗത്തിലൂടെ പഠിച്ചു കഴിഞ്ഞു. സാത്താൻ എന്താണ്? പാപത്താൽ നമ്മൾ വീണുപോയെങ്കിലും മനുഷ്യരോട് കനിവും ദയവുമുള്ള ദൈവം എന്താണ്? സാത്താൻ്റെ പ്രവൃത്തികൾക്കെല്ലാം പരിധി നിശ്ചയിച്ചിരിക്കുന്നതായിട്ട്, പ്രവൃത്തികൾക്ക് പരിധിയുണ്ട്, സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ പാഠഭാഗത്തിലൂടെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ മനുഷ്യർ മുഴുവനും പാപത്തിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ടു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. പാപം ചെയ്തുകൊണ്ട് ദൈവം ഒരിക്കലും മനുഷ്യനെ പൂർണ്ണനായി തള്ളിക്കളയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഏർപ്പെടേണ്ട നിയമങ്ങൾ എന്ന് നാം വിളിക്കാവുന്ന കാര്യങ്ങളുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിക്കും പാപം ചെയ്തതുകൊണ്ട് ദൈവം ഒരിക്കലും മനുഷ്യനെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. പകരം അവരോട് സഹതാപം കാണിക്കുകയും രക്ഷിക്കാൻ ഇടപെടുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലേ. ദൈവം സാത്താന് സമയപരിധിയും പ്രവർത്തന പരിധിയും നിശ്ചയിച്ചിരിക്കുന്നു. ഇനിയൊരു വ്യക്തമായ ഒരു ഉദാഹരണം നമ്മൾ നോക്കുമ്പോൾ ഇയ്യോബിൻ്റെ ജീവനിൽ തുടരുത് എന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞതുകൊണ്ടാണ് ഇയ്യോബിന് ജീവനെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും സാത്താൻ തൊട്ടതായിട്ട് കാണുന്നുള്ളത്. അപ്പോൾ ശരിക്കും എന്താണ് നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ്? ദൈവം മനുഷ്യർ സാത്താൻ്റെ നിയമാനുസൃത ബന്ധനത്തിനായിരിക്കുന്നുവെങ്കിൽ തന്നെയും ദൈവം നിശ്ചയിച്ചിട്ടുള്ള പരിധികൾക്കപ്പുറമായി സാത്താന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു നമുക്കുള്ളൊരു ശുഭവാർത്തയാണ് എന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ പാഠം മുഴുവനായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് പ്രാപഞ്ചിക പോരാട്ടത്തിൽ ഏർപ്പെടൽ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ആര് തന്നെയാണ്?
ദൈവം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാത്താന് ഒരു പരിധിയിൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള അധികാരവും ദൈവം നൽകിയിട്ടില്ല. സമയപരിധി നൽകിയിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രവർത്തന പരിധിയും ദൈവം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ദൈവത്തിലേക്ക് പോകുന്ന എല്ലാവർക്കും, നമുക്കേവർക്കും എന്താണ്, ദൈവരക്ഷ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നൊരു പ്രത്യാശ കൂടി നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുക. ഈ പാഠഭാഗത്തിൻ്റെ അവസാനമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതൽ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്നവൻ ഞങ്ങളുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായി ഈ പാഠം ഞങ്ങളെ പഠിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ എങ്ങനെയാണ് സാത്താൻ നമ്മളോട് പോരാടുന്നതെന്നും ദൈവം എന്തുമാത്രം പരിധി സാത്താൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കി തന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഇതെല്ലാം പഠിക്കുന്ന ഞങ്ങളുടെ നിത്യജീവിതത്തിലും ഇതുപോലുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇയ്യോബിനെ പോലെ യാതൊരു പരിയും ദൈവത്തിനെതിരെ ചാരാതിരിക്കേണ്ടതിന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളവിടെ നയിക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ.